ബാലുവേട്ടൻ പറയുന്നത് ഒന്നും ശരിയല്ല. എനിക്ക് അതിനോട് യോജിക്കാനും പറ്റില്ല. എന്റെ അമ്പിക്കുട്ടി, ഈ അവസരത്തിൽ നീ അല്പം സംയമനം പാലിക്കണം. നിനക്ക് എപ്പ കുഞ്ഞിനെ കാണണോ അപ്പൊ ഞാൻ പോയി എടുത്തോണ്ടിരാ പോരെ. അയ്യോ, എന്റെ മോള് കരയുന്നു. അയ്യോ, മോളൊന്നും മാത്രം പറയരുത്. അതിപ്പ കരച്ചിൽ നിർത്തും, സത്യം. ബാലുവേട്ടാ, കുഞ്ഞിന് വിശക്കുന്നുണ്ടാവും, പാല് കൊടുക്കണ്ടേ? പാല് അതവിടെ ഇല്ലേ, പിന്നെന്താ? ഈ ബാലുവേട്ടന് ഒന്നും അറിയില്ല. അങ്ങനെ എന്റെ കുഞ്ഞ് മറ്റൊരാളുടെ പാല് കുടിച്ച് വളരാൻ ഞാൻ അനുവദിക്കില്ല. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം. ഇപ്പൊ എനിക്ക് വലുത് എന്റെ കുഞ്ഞ. അതിലെ പോകല്ലേ, ആരെങ്കിലും കാണും. ഇതിലെ പോ. ഓ എന്റെ ഈശ്വര, എന്തൊരു കഷ്ടകാലം അത്. എല്ലാം നേരെയാവും. ഒന്നും നേരെയാവും പോണില്ല. അയ്യോ, കുഞ്ഞു കരയുന്ന കേട്ടില്ലേ? ഞാൻ എന്താ ചെവിട് പൊട്ടണോ? ഇത്ര ഓർക്ക കരഞ്ഞ് കേൾക്കാതിരിക്കാൻ. ഇതല്ല, നമ്മുടെ കുഞ്ഞും കരയുന്നുണ്ട്. നീ ഇതെവിടെ പോന്നു? ഹേമേ, കരയല്ലേ കൂട്ടാ, കരയല്ലേ. എന്തിട്ടാ നീ ഇത്ര പെട്ടെന്ന് എത്തിയോ? ഞാൻ വിചാരിച്ചു. ഓ, ഹേമയായിരുന്നോ? ഞാൻ വിചാരിച്ചു. എന്തിട്ടാ അയ്യോ, ഒന്ന് പോവാൻ. സോറി. കൊടുത്തോളൂ, ഇരുന്ന് കൊടുത്തോളൂ. ഇപ്പൊ ഒരു കാര്യം ഉറപ്പായി, ഈ പാല് കൊടുപ്പൊരു പാരയാകും. നിന്റെ മോന്റെ ജാതകം നോക്കായിരുന്നില്ലേ? ചിലപ്പോ അവന് രാജയോഗമായിരിക്കൂടാ. ജാതകം ജോത്സ്യനോട് മിണ്ടിപ്പോരുത്. എന്റെ എല്ലാ വിശ്വാസവും നഷ്ടപ്പെട്ടു. ഈ കഴിഞ്ഞ ആഴ്ച ഒരു ജോത്സ്യൻ എന്റെ കൈ നോക്കി പറഞ്ഞ ആദ്യ കുട്ടി എനിക്ക് കഷ്ടാലം തീരുന്നും നല്ല കാലം തുടങ്ങുന്നു. തുടങ്ങിയല്ലോ. ശരിയല്ലേ? അവനിപ്പോ ഒരു കിരീടത്തിന്റെ കുറവല്ലടാ ഉള്ളൂ. സംഗതിയൊക്കെ ശരിയാ, പക്ഷെ ഹേമയ്ക്ക് തീരെ യോജിക്കാൻ കഴിയുന്നില്ല. ഇന്ന് രാത്രി എന്റെ കുഞ്ഞിനെ കൂടെ തന്നേക്കണം. ഇന്ന് രാത്രി കൃത്യമായിട്ട് നിന്റെ കുഞ്ഞിനെ തന്നിരിക്കും പോരെ? മതി, അത് മതി. അതോടെ തീരുമല്ലോ. പക്ഷെ അതിന്റെ നന്ദി നീ ഇങ്ങോട്ടും കാണിക്കണം. ഞാൻ വെളുപ്പിനെ വരും. നീ നിന്റെ കുഞ്ഞിനെ തിരിച്ചു തന്നേക്കണം. രാത്രി കാലങ്ങളിൽ അവരവരുടെ കുട്ടികൾ അവരവരുടെ അടുത്ത്, പകലുകളിൽ നേരെ തിരിച്ചും. ഓക്കെ? ഓ, ഇത് ഇവിടെ കൊണ്ടൊന്നും തീരൂല. അപ്പ രാത്രി കാണാം. അമ്പികെ, എല്ലാ ലൈറ്റും ഓഫ് ചെയ്തരേ. ഒരു മുறை வந்து பார்த்தாயா, ஒரு முறை வந்து பார்த்தாயா. അയ്യോ, ஒரு முறை வந்து பார்த்தாயா. തോം തോം തോം. ஒரு முறை வந்து பார்த்தாயா. തക്കിട തകതിമി തജം തജം തകജം. എന്റെ അമ്മ. രാത്രിയിൽ നാരായണൻകുട്ടിക്ക് ചില ചുറ്റിക്കളികളെ കൊണ്ട് നാളെ മുതൽ സൂക്ഷിക്കണം.
ഓ ബാലുട്ടാ, ഒന്നും പറയണ്ട. എന്തു വേണം? എടാ കുഞ്ഞ്, കുഞ്ഞിനെ വേണ്ട, ഇവിടെ കൊണ്ടുവരണം. നിന്റെ കുഞ്ഞിനെ കൂട്ട് തരാൻ. ഇന്നലെ രാത്രി ഒരു പോളെ കണ്ണടച്ചിട്ടില്ല, പതുക്കെ. കുത്തിയിരുന്ന് എഴുതായിരുന്നു. ആ സിയുടെ കൊലപാതകത്തെ കുറിച്ചുള്ള റിപ്പോർട്ടില്ലേ, അത് തടഞ്ഞു വെച്ചിരിക്കായിരുന്നല്ലോ, ഇപ്പൊ പ്രസിദ്ധീകരിക്കാൻ പോവാ. നീ എന്ത് കുന്തം വേണമെങ്കിലും പ്രസിദ്ധീകരിച്ചോ. ആദ്യം എന്റെ മോൾ അവിടെ കൊണ്ട് കിടത്ത്, എന്നിട്ട് നിന്റെ മോനെ എടുത്തോണ്ട് താ. പെട്ടെന്നാവട്ടെ, ചെല്ല് ചെല്ല്, സമയമില്ല. ഭഗവാനെ നാരായണ. നീ വെളുപ്പാങ്കാലത്തോടെ പോയി നടക്കാൻ കാലത്തെ ഒന്ന് നടക്കാൻ പോയതാ. അതിന് കുഞ്ഞിനെ കയ്യിലെടുത്തിരിക്കണ എന്തിനാ? പിന്നെ കുഞ്ഞിന് നടക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് എടുത്തോണ്ട് നടന്നു. ഇതെന്താടാ നെറ്റിയിൽ വാൾപോസ്റ്റ് ചെയ്യണേ? പനിയാ പനി. എന്ത് പറ്റി? ഇന്നലെ രാത്രി പ്രേതത്തെ കണ്ടു പേടിച്ചതാ. പ്രേതോ? നീ കണ്ടെന്നോ? കണ്ടില്ല, കേട്ടു. എനിക്ക് പ്രേതത്തെ കാണുന്നത് എന്നെ ദേഷ്യ, അതുകൊണ്ട് കാണാൻ നിന്നില്ല, ഞാൻ ഓടിക്കളഞ്ഞു. അല്ലെങ്കിൽ കാണാൻ പറ്റൂല, ശബ്ദം മാത്രമേ കേൾക്കൂ. ഗന്ധർവന്മാരാ. നിനക്കറിയോ, പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഗന്ധർവന്മാർ ഒത്തുകൂടുകയും താലം കൈമാറുകയും ചെയ്യുന്ന സ്ഥലമായിരുന്നത്. പിന്നെ എന്റെ ചില പൊടിക്കൈ കൊണ്ടായി ഇതുവരെ കുഴപ്പങ്ങളില്ലായിരുന്നത്. അവര് താലം കൈമാറുമ്പോഴെങ്ങാനും നിന്നെ കണ്ടിരുന്നെങ്കിൽ നീ ചോരതിപ്പി ചത്തേനെ. ഇവന്റെ ആരോഗ്യം കാത്തുകൊള്ളണേ ഭഗവാനെ. കണ്ണാ, അമ്മൂമ്മയുടെ പൊന്നു കുട്ട, നമുക്ക് കൊച്ച വെള്ളം വെച്ചുമ്പോ തരണ്ടേ? കണ്ണാ നല്ല കുട്ട്. കുഞ്ഞിനെ കുളിപ്പിക്കുകയാണോ? അല്ല, താരാട്ട് പടി ഉറക്കുക. ഓഹോ, അമ്മയ്ക്ക് ഇതൊക്കെ ഓർമ്മയുണ്ടോന്നും കൂടി ചോദിക്കേ. അമ്മ അവസാനമായിട്ട് കുളിപ്പിച്ച ആരാണെന്ന് അറിയാവോ? നിന്നെയാ. അതിനുശേഷം എനിക്ക് 5 ഉണ്ടായി, അവന് 4. അതിനെ ഒന്നും അമ്മ കൈ കൊണ്ട് തൊട്ടിട്ട് പോലും ഇല്ല. എന്റെ 4-ൽ 2-നെ അമ്മ കണ്ടിട്ട് പോലും ഇല്ലല്ലോ. കാണാൻ എനിക്ക് സൗകര്യം ഇല്ലഞ്ഞിട്ടാ. നീ പോയി കേസ് കൊടുക്ക്, കൂടെ വക്കീലും ഉണ്ടല്ലോ. നിന്റെ ചേട്ടൻ അങ്ങനെയെങ്കിലും ഒന്ന് കോടതി കാണട്ടെ. അമ്മേ, ഞാൻ ഉഷയും കുട്ടികളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നോട്ടെ? പറ്റില്ല എന്ന് പറയരുത്. ഇത്ര ചെറുപ്രായത്തിലെ അമ്മ എന്നെ ഒരു വിധവയാക്കരുത്. അവളും അവളുടെ വീട്ടുകാരും ഇന്ന് കുഞ്ഞിനെ കാണാൻ വരും. അമ്മ അവരെ ആട്ടി പായിക്കരുത്. വന്നോട്ടെ, വരണ്ടാന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷെ വന്ന് കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ പൊയ്ക്കോണം. ആ ഒരുമ്പട്ടോൾ ഇവിടെ കയറി പൊറുക്കാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല. നിനക്ക് വേണമെങ്കിൽ നീയും അവിടെ പുറകെ പൊയ്ക്കോ. എനിക്ക് എന്റെ പൊന്നുമ്മ മാത്രം മതി, അല്ലേ ഉണ്ണിക്കുട്ടാ? എവിടെയോ കണ്ട് മറന്ന ഒരു മുഖച്ഛായ. വേറെ എവിടെയല്ല, ദേ ഈ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. ഇത് തന്നെയാ ആ മുഖം. ഓ, ഒരു മുഖം. എവന്റെ ഈ ഓഞ്ഞ മോന്തേ കണ്ടോണ്ടിരുന്നത് എന്തിനാ? ചേട്ടാ വാ. അയ്യോ, കൈ 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 വിടറാ. അംബികേ, നീ എല്ലാം നോക്കി പഠിച്ചോണം. കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോ നല്ലോണം ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിന് അസുഖം മാറിയ നേരം ഉണ്ടാവില്ല. അതുകൊണ്ട് ആ വയറ്റാറ്റിയെ പോലും നിർത്താതെ എല്ലാം ഞാൻ തന്നെ ചെയ്യുന്നത്. നമ്മുടെ കുഞ്ഞിനെ നമ്മൾ നോക്കുന്ന പോലെ ആവില്ല വേറെ ആര് നോക്കിയാലും. എന്നാ കൊണ്ടുപോയി പാല് കൊടുക്കാം. അമ്മേ, ആ ഇവിടെ കൂടി ഒന്ന് കുളിപ്പിക്കോ? ആ ഹേമയ്ക്ക് കുളിപ്പിക്കാൻ അറിയില്ലേ? ഇല്ല, അതുമല്ല, അമ്മയ്ക്ക് നല്ല കൈപ്പുണ്യം ഉള്ളതുകൊണ്ട് അമ്മ തന്നെ ഇവിടെ കുളിപ്പിക്കണമെന്ന് അവർക്ക് ഒരേ നിർബന്ധം. പപ്പന്റെ ഹേമയുടെ വീട്ടിൽ നിന്ന് ഇതുവരെ ആരും വന്നില്ലേ? ഇല്ല. കഷ്ടം. ഒരു കുഞ്ഞ് ജനിച്ചാലെങ്കിലും അവരുടെ പിണക്കം മാറുമെന്നാ ഞാൻ വിചാരിച്ചത്. എടി പെണ്ണെ, ഉറങ്ങാവേ. എന്തൊരു ഉറക്കമായത്? ഇടക്കടാ. കണ്ടോടി, കാര്യങ്ങൾ നേരെ ചൊവ്വയായിരുന്നെങ്കിൽ അമ്മ നമ്മുടെ കുഞ്ഞിനെ കൈകൊണ്ട് തൊടുവായിരുന്നോ? ഇപ്പൊ കണ്ടില്ലേ എങ്ങനെയുണ്ടെന്ന് ഐഡിയ?
എന്റെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട്. ആണോ? ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നേക്കാം. നിനക്ക് എന്താ ഇവിടെ കാര്യം? പോയി കൊച്ചിനെടുത്തോടാ. മോളമ്മ കുളിപ്പിച്ചോണ്ടിരിക്കല്ലേ? മോളല്ല മോൻ, എന്റെ മോൻ. പോയി എടുത്തോടാ. പപ്പാ പോയി എടുത്തിട്ട് വാടാ. ഓ അപ്പുറത്തോട്ട് വാടാ. വാ മോനെ, നിന്റെ വീട്ടിൽ പോവാ. എന്താ? പപ്പന്റെ അച്ഛനും അമ്മയൊക്കെ പിണക്കം മാറി വന്നിട്ടുണ്ട്. പെട്ടെന്ന് കൊണ്ടുപോയിക്കോ. വേഗം വേഗം പോ. കുഞ്ഞിനെ കുളിപ്പിക്കാൻ അടുത്ത വീട്ടിൽ ഏൽപ്പിക്കുക. ഇതിലും വലിയൊരു നാണക്കേട് വേറെ ഉണ്ടോ? കുഞ്ഞിന്റെ തള്ളക്ക് ഇതൊന്നും അറിഞ്ഞോണ്ടേ പിന്നെ വേറെന്ത് ചെയ്യാനാ? നമ്മൾ ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടുമില്ലല്ലോ. കുഞ്ഞിന് പേര് വല്ലതും കണ്ടുവച്ചിട്ടുണ്ടോ പപ്പ? ഉണ്ണികൃഷ്ണൻ. നിന്നെ നിന്റെ അമ്മ അടുത്ത് കൊണ്ടാക്കാം. അവിടെ ചെന്ന് പാല് കുടിച്ച് ഉറങ്ങിക്കോ. കേട്ടോ പെണ്ണേ? അമ്മ ഇതങ്ങോട്ട് പോന്നു. കുഞ്ഞിനെ കൊണ്ട് കൊടുക്കാൻ. അയ്യോ, ഇപ്പൊ കൊടുക്കാൻ പാടില്ല. കൊടുക്കാൻ പാടില്ലെന്നോ? നിനക്കിത് എന്ത് പറ്റി? അങ്ങോട്ട് മാറണം. അയ്യോ അമ്മ ഇപ്പൊ അങ്ങോട്ട് പോയാൽ ശരിയാവില്ല. അവിടെ അവരുടെ വീട്ടുകാർ മുഴുവൻ വന്നിട്ടുണ്ട്. അയ്യോ, അപ്പൊ ഒട്ടും താമസിക്കാൻ പാടില്ല. ബന്ധുക്കൾക്കൊക്കെ കുഞ്ഞിനെ കാണണ്ടായോ? അങ്ങോട്ട് മാറണം. ഇങ്ങതാ, ഞാൻ കൊണ്ടു കൊടുത്തോളാം. നിനക്കിത് എന്താ പറ്റിയേ? കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. അതല്ല അമ്മേ, അമ്മ കൊണ്ടു കൊടുത്താൽ ശരിയാവില്ല. അമ്മ എന്താ അവരുടെ ആയാണോ കുഞ്ഞിനെ കുളിപ്പിച്ച് അവിടെ എത്തിക്കാൻ? കുന്നത്ത് ബംഗ്ലാവിലെ മാളവിക അങ്ങനെ അവരുടെ മുമ്പിൽ കൊച്ചാവാൻ ഞാൻ സമ്മതിക്കില്ല. കുഞ്ഞിനെ തന്നെ അമ്മ പൊയ്ക്കോ. നീ കുഞ്ഞിനെ കൊണ്ടേ കൊടു. അമ്മ പോ. ചെറുക്കന്റെ ഒരു കാര്യം. നമ്മുടെ കുഞ്ഞ വേഗം കഥകടച്ച് കുറ്റിയിട്ടോ. വേറെ ആര് വന്ന് വിളിച്ചാലും തുറക്കരുത്, അല്ലെങ്കിൽ ആകെ കുഴപ്പമാവും. കുഞ്ഞിന്റെ താഴെ തുടി കൊണ്ട് പൊതിഞ്ഞോ. വരണം വരണം, കാത്തിരിക്കേ. ബാലൂടെ ഉണ്ടായിരുന്നോ? ഓ, ഗാനമേളക്കൊന്നും പോയില്ലേ? അതിലും വലിയ മഹാമേളയല്ലേ ഇവിടെ നടക്കുന്നത്. അതിനിടയിലെ ഇവിടെ ഗാനമേളയ്ക്ക് സമയം. അതെന്താ ഇവിടെ ഇത്ര വലിയ മഹാമേള? അത് പിന്നെ ഭാഗ്യനക്ഷത്രം ഉദിച്ചു നിൽക്കല്ലേ. കുറച്ചെങ്ങാനും ആണോ ഒതുങ്ങി കിട്ടിയിരിക്കുന്നത്? മതിമറന്ന് ഓടയല്ലേ? അതെ, ഓട്ടം തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ഒരു നിമിഷം നിലത്ത് നിൽക്കാൻ നേരം കിട്ടുന്നില്ല. അച്ഛാ, ഏട്ടത്തിന്റെ അച്ഛനും അമ്മയൊക്കെ വന്നിരിക്കുന്നു. ഓഹോ, ഇങ്ങനെ ചില ആളുകളൊക്കെ ജീവിച്ചിരിപ്പട്ടോ. ഇങ്ങോട്ട് വരാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, വന്നാൽ മാളവികയായിട്ട് എന്തെങ്കിലും ഒരു കശവിശം ഉണ്ടാവും. ഇതിപ്പോ ഈ വീട്ടിലൊരു ആൺകുഞ്ഞ് ജനിച്ചപ്പോ ആ. കാണാൻ വരാതെ പറ്റില്ലല്ലോ. ഒച്ച വെക്കരുത്, ഇത് ഞാനാ. എന്താ രഹസ്യമായിട്ട്. അയ്യോ, ഒരു രഹസ്യം പറ്റില്ല. ഞാൻ ഇപ്പൊ വിളിച്ചു പോവും. എന്നാലും സാറിനെ പറ്റി ഞാൻ ഇങ്ങനെ വിചാരിച്ചില്ല. ഒറ്റ ചവിട്ട് വെച്ച് വന്നിട്ടല്ലോ. അയ്യടാ, രഹസ്യം കൂടാൻ പറ്റിയൊരു സാധനം. പോയി രഹസ്യമായിട്ട് പപ്പനെ വിളിച്ചോട് പാടി. ആ, മറുപടി ഇന്ന് രാത്രി തന്നെ തരണം. രാത്രി ആക്കണ്ട, ഇപ്പൊ തന്നെ തരടാ. ഇതിന്റെ ഇടയിലാണോടാ നിന്റെ ഉണക്ക പ്രേമം? ഏതിന്റെ ഇടയില്? അപ്പൊ ഞാൻ അറിയാതെ ഇതിന്റെ ഇടയിൽ വേറെ ചിലത് കൂടെ ഉണ്ടല്ലേ? ഈ പരിസരത്ത് നിന്നെ കണ്ടു. എന്താടാ മോനെ, ഒന്ന് താടാ, ഇപ്പൊ തിരിച്ചു തരാം. അവിടെ അച്ഛനും അമ്മയും കൂടി കുഞ്ഞിനെ മാറി മാറി തലോടിച്ചോണ്ടിരിക്കുക. അയ്യോ, അവിടെ ഏട്ടത്തിയുടെ വീട്ടുകാർ വന്നിട്ടുണ്ട്. ഇപ്പൊ അംബികയുടെ അടുത്ത് പെൺകുഞ്ഞിനെ കണ്ട ആകെ കുഴപ്പവും. നേരം കളയാതെ വേഗം പോയി കുഞ്ഞിനെ എടുത്തോണ്ട് വേണം പപ്പ. ഓ